ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ചപ്പാത്തി കുറച്ച് ബീഫ് പറഞ്ഞു. ഇവിടെ 2 പൊറോട്ട, അവിടെ ഇവിടെ ചപ്പാത്തി കടലക്കറി, പിന്നെ നൈസായിട്ടൊരു കട്ടൻ.
വഴി 2 നായിൻ്റെ മക്കളെ കണ്ടു. ഇനി എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ വെറുതെ കാഴ്ചകൾ കണ്ട് പോകാനൊരു രസമാണ്. കാരണം റോഡിൻ്റെ 2 സൈഡിലും ഫുള്ള് തേയിലത്തോട്ടും അല്ലാതെയുള്ള കാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുത്തുമലയും ചരിവുകളും വളവും തിരിവും മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് അതാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും അറിയാൻ പറ്റത്തില്ല. അച്ചാതി മുതുക്ക് വളവുകളാണ് ഇവിടെ ഉള്ളത്. ദേവതയോടൊപ്പം ഡ്രൈവർ നമ്മുടെ ഗൈഡ്. ഇടിച്ചന്റെ ഹാങ് ഓവർ നടക്കുന്നത് കൊണ്ടും യാത്രയുടെ ക്ഷീണം കാരണവും ലൂസിഫർ പള്ളിയിൽ നിന്നും മടങ്ങി വരുന്ന വഴി ഞങ്ങളുടെ എവിടെ ചേച്ചി നാരങ്ങ നിൽക്കുന്നില്ല. നാളെ നാരങ്ങ വെള്ളം ചൂടാ നാരങ്ങ വെള്ളം ഷുഗർ ആൻഡ് സോൾട്ട്. പണ്ടേ ഭയങ്കര പ്രശ്നം തലവേദന വന്നാലും ക്ഷീണം തോന്നിയാലും ഹാങ് ഓവർ മാറാനും അങ്ങനെ പലതരം കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവസാനം ഒറ്റമസ്തം വന്ന് തല്ലി ഓടിക്കുക. പിഞ്ച് പൊട്ട് പേരൊക്കെ മറിച്ച് തിന്നു നിൽക്കും. കൊതി മുട്ടും. പണ്ടേ ഭയങ്കര ഇഷ്ടമായി മരത്തിലൊക്കെ നിൽക്കുന്ന ചെടിയിലൊക്കെ നിൽക്കുന്ന പൂവായും തിന്നാൻ പറ്റുന്ന എല്ലാം മറ്റുള്ള റോ ആയിട്ട് പറിച്ച് കൺസ്യൂം ചെയ്യുന്നത് അതിന് പ്രത്യേക ടേസ്റ്റാണ്. കാരണം നമ്മൾ 90s കിഡ്സ് ആണല്ലോ. നമ്മൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഒരു ബാല്യകാലം ഉണ്ടാവും. അങ്ങനെ ഈ സ്കൂളിൽ പോകുന്ന വഴിക്കും വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ വെക്കേഷൻ ടൈമിലും അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴാണെങ്കിലും പരിസര പ്രദേശങ്ങളിലുള്ള ജാമ്പ, നെല്ലി, പേര, അതുപോലെ തന്നെ ചക്ക, കരിക്ക്, പിന്നെന്താണ് മാങ്ങ, പുളി, പിന്നെന്തൊക്കെ ഉണ്ട്. എന്തൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ? തെറ്റിപ്പഴം, അതെല്ലാം നമ്മൾ പാക്കി തിന്നല്ലോ. ഈ കാട്ടുമാക്കാച്ചിമാരെല്ലാവരും ഇവിടെ നിന്നുകൊണ്ട് ഡ്രോണ് കുറച്ച് കളിക്കാം. ഈ പണ്ട് വരമ്പിലൊക്കെ പോയിട്ട് തുമ്പിയെ പിടിക്കുന്ന പോലെയാണ് ഇവിടെ വന്ന് ഡ്രോണ് പിടിക്കുന്നത്. ഫാമിലി കുറേ നേരം കാട്ടുകാർ കാണാനും പോകാനും സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും മുട്ടൻ വെയിലായതുകൊണ്ട് എനിക്ക് മടിയായതുകൊണ്ടും ഞങ്ങൾ കഴിച്ച തൊടുപുഴയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നമ്മുടെ ജോസഫ് മൂവി ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി ബാക്കിൽ കാണുന്ന കുന്നുണ്ട്. വെറുതെ ഒരു ട്രക്കിംഗ് ആവുമെന്ന് വിചാരിക്കുന്നു. കുന്നിൻ്റെ മണ്ടയിലോട്ട് പോകാം. എല്ലാം എടുക്കുന്നില്ല, അത് മാത്രം മതി. പിന്നെ എനിക്ക് ടൈം പാസിന് 2 പേരൊക്കെ വേലുണ്ട്. വരുത്തുന്നില്ല അവന്മാരൊക്കെ അവിടെ മേലെ പറ്റി ഡ്രോണ് വറുത്ത് കളിക്കാനാണ്. ഇതിനും വേണ്ടി ഡ്രോണ് വറുത്താൻ ഇഷ്ടമുള്ള പ്രാന്തന്മാർ പറയാതിരിക്കുന്നു. ഒരുത്തൻ. ഹലോ മിസ്റ്റർ ജോൺ പരേര. കൂടുതൽ വികലാംഗനോട് ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം കയറി പോവാൻ. സ്മേലി വന്ന അടിപൊളി വ്യൂ കാണിച്ചാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ഇത്രയും മകളിൽ കയറി എന്നിട്ട് അവൻ നിൽക്കുന്നില്ല. അത് ചുമ്മാ പോവാടാ. ഏതെങ്കിലും ഇടാ പിടിപ്പിച്ചേക്കുന്നത്. ടർബോ മോഡ് ഇട്ടാ കയറി പോന്നേന്ന് തോന്നുന്നു. പോവാ വാക്കില്ല. വാക്കില്ല എനിക്കാണെങ്കിൽ പറ്റുന്നില്ല. കൊണ്ട് ചാടി പറഞ്ഞ് നിൽക്കുക. അപ്പൊ വയ്യല്ലേ വയസ്സായി ഇവിടെ നിൽക്കുന്ന വളരെ കൊണ്ടേല്.
വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇതായിരുന്നു. സീരിയസ്ലി മനസ്സിൽ നിന്നും തുറന്നു പറയുകയാണ്, മനസ്സിൽ തട്ടിപ്പറയുകയാണ്. മേളിൽ ചെന്നിട്ടുള്ള വ്യൂവും ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും കുറേ നാളിന് ശേഷം. ഞാൻ അങ്ങനെ അധികം ഈ ട്രക്കിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ആളാണ്. പണ്ടങ്ങാണ്ടപ്പോൾ 1-2 വട്ടം പോയിട്ടുണ്ട്. അതൊരു കുരിശുമല പോലെ 1-2 പള്ളി ആ ഭാഗങ്ങളിൽ പോയതാണ്, അല്ലാതെ ഇങ്ങനെ വലുതായിട്ടൊന്നും പോയിട്ടില്ല. ബട്ട് ഓസം എക്സ്പീരിയൻസ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. അതായത് ജോസഫ് മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അറിയാമെന്നുള്ളവർക്ക് അവിടെ തന്നെയാണ്. എന്നാലും ബെൽ ഫാംസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ബോർഡ് കാണാൻ പറ്റും. ആ സൈഡിൽ കാണുന്ന മൊട്ടക്കുന്നാണ് പറയില്ല അല്ലേ, കണ്ടോ? ബെൽ ഫാംസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഇത് വരുന്നത്. അപ്പോൾ വരുന്നവർ ഇതുപോലെ ഈവനിങ് ടൈം ഒരു മഴക്കോളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ മുകളിൽ കയറി അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നതുപോലത്തെ. സോ താല്പര്യമുള്ളൊരു ട്രൈ ചെയ്ത് നോക്കട്ടോ. ചാറ്റൽ മഴയും അതുപോലെ തന്നെ കോടമഞ്ഞും ഈ തണുപ്പിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീമും, എന്താ ഒരു കോമ്പിനേഷൻ എന്നറിയുമോ? ഏതൊക്കെയാണ് മൂന്നെണ്ണം ഇത് കണ്ടോ? മഴ പെയ്ത് കയറി വരുന്ന കണ്ടോ? ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വണ്ടിക്കകത്ത് ഇവിടേക്ക് പോകുന്ന വഴി ചെറിയൊരു മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ഇവിടേക്ക് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട്. എവിടെ ഒരെണ്ണം, തൊട്ടടുത്തത് ഇവിടെ ഒരെണ്ണം. ഇത് രണ്ടും ഒരേ ഇത് തന്നെയാണ്. ബട്ട് കണ്ടോ, മേലിൻ്റെ ഒലിച്ചിറങ്ങി വരുവാണ് വെള്ളം. തൊടുപുഴ സ്റ്റുഡിയോയിലൊന്ന് വിസിറ്റ് ചെയ്തതാണ്. അത്യാവശ്യം കുറേ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് കാണാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടു. ഡ്രസ്സാണെങ്കിലും എല്ലാം ഇഷ്ടംപോലെ നല്ല കളക്ഷനുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ ഈ ഡ്രസ്സ് അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബഡ്ജറ്റ് കമ്മി ആയതുകൊണ്ടും പിന്നെ ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങും പോകാൻ എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ വാങ്ങിക്കുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുകളിലത്തെ കളക്ഷൻസ് ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ചെറിയ തിരക്കിലായിരുന്നു. വാച്ച് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ബാഗ്സ്, ചെറിയ ചപ്പൽസ്, ഇയർ ആക്സസറീസ്. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ടാണ് കേട്ടോ കാണുന്നത്. ബ്ലഷിൻ്റെ അതാണ്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. ഈ ക്രോപ്പ് ടീഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു, ഡെനിമിൻ്റെ. അതൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ സെയിം കളർ ഡെനിം എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. വാങ്ങിച്ചാലോ എന്ന് അതും ആലോചിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ബഡ്ജറ്റ് 699. വാങ്ങിച്ചാലും എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഒരു ഒക്കേഷൻസ് ഒന്നും ഇല്ല. ഞാൻ ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതൊന്നും വാങ്ങിച്ചിട്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല.
ഇവിടെ തൊടുപുഴയിലുള്ള കൈപ്പാൻ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസൊക്കെ അടിപൊളി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. വിശന്ന് ഭ്രാന്തെടുത്തിരിക്കുക. കാരണം രാവിലെ ആ 3 ചപ്പാത്തി കഴിച്ച് അന്വേഷണം പിന്നെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. മുഖമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊന്നും ഇരിക്കുകയാണ്. ഉള്ള മലയൊക്കെ പോലെ പരിഹരിച്ചിരിക്കുകയാണ്. ഫുഡ് കൊണ്ട് വെച്ചതുപോലും ഞാൻ അറിഞ്ഞില്ല. ഫോൺ എടുക്കുന്നതിന് മുന്നേ ഇവിടെ എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ളതൊക്കെ തട്ടിയെടുത്തോണ്ട് പോയി. ഓക്കെ, ഇനി ഇത് എൻ്റെ പീസാണ്, ഞാനോട് എടുക്കട്ടെ. ഓക്കെ, ഇനി കഴിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇന്ന് തിരിച്ച് കൊല്ലത്തേക്ക് പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇവിടെ തൊടുപുഴയിലുള്ളേ. ഇപ്പം എന്തോ ഇവിടെ ബസ് സ്റ്റാൻഡിൽ പോകണം, ബസ്സിൽ കയറണം, പോകണം. ഇന്നത്തെ ഔട്ട്ഫിറ്റ് അങ്ങനെ ഫൈനലി ഗൈസ് വെയിലൊക്കെ കൊണ്ട് നശിച്ച് നാറാണക്കല്ല. ഇതേക്ക് താനയുണ്ടോ, ഇവിടത്തെയും കളർ ഡിഫറൻസ് ഉണ്ടോ. താനൊക്കെ അടിച്ച് നാശമായിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി തരട്ടെ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇപ്രാവശ്യത്തെ യാത്രാവിശേഷങ്ങൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് സ്റ്റേറ്റും ഗൈസ്. ആക്സിഡൻറ്റിന് ശേഷം മോന്തയുടെ ഷേപ്പാണ്. അതിനെ വേറെ ആരെയും കൂടിയായി, എനിക്ക് തന്നെ എന്നെ പിടിക്കുന്നില്ല. ഇതിന് വൃത്തിയായിട്ട് ഷേപ്പായി. എന്തായിരുന്നാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.